നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ജ്യോതിഷത്തിലെ നക്ഷത്ര വിഭാഗത്തിലെ ഒരു വിഭാഗത്തിലെ ആളുകളുടെ തെറ്റിദ്ധാരണയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കിടക്കാം. അസുരഗണക്കാരുടെ ജീവിത ദർശനവും ജീവിതത്തിലെ കരുത്തും എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. അസുരഗണ നക്ഷത്രക്കാർ കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചേരും. ജീവിതമാകുന്ന പുഴയുടെ ഗതി തടയുന്ന കുന്നുകളെയെല്ലാം ഇവർ തകർത്തെറിയുന്നു. ഏട്ടിലെ പശുവാകാൻ ഇവർക്ക് താല്പര്യമില്ല. കറ കളഞ്ഞ പ്രായോഗികവാദികളാണ് ഇവർ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. മഹാകവി ഇടശ്ശേരിയുടെ വാക്കുകളാണിത്. അസുരഗണ നക്ഷത്രക്കാരുടെ ജീവിത ദർശനം ഏറ്റവും ഭംഗിയായി ഈ ചുരുങ്ങിയ വരികളിലൂടെ കവി പ്രതിഫലിപ്പിക്കുന്നു. കവി ഇതിനെ ഉദ്ദേശിച്ചെഴുതിയതല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഉപമ വളരെയേറെ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വിഷയം പറയാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. പൊരുത്ത പരിശോധന വരുന്ന സമയത്ത് നക്ഷത്ര പൊരുത്തം എല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാ പൊരുത്തങ്ങളും ഒന്നിച്ച് നോക്കുമ്പോൾ യോജിപ്പിക്കാവുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ പോലും ചില രക്ഷകർത്താക്കൾ മനുഷ്യഗണ നക്ഷത്രവും ദേവഗണ നക്ഷത്രവുമുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ അസുരഗണ നക്ഷത്രക്കാരോട് വിവാഹം നടത്താനായിട്ട് അല്പം മടി കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ആ തെറ്റിദ്ധാരണകളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മാറ്റാം. നിങ്ങൾ എന്നോടൊപ്പം പോരൂ. നമുക്കൊന്നിച്ച് അസുരഗണക്കാരുടെ യഥാർത്ഥത്തിലുള്ള ശക്തിയെ തിരിച്ചറിയാം. ഞങ്ങൾ അസുരന്മാർ എന്ന് അസുരഗണക്കാർ ധൈര്യപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. എന്റെ വീഡിയോയുടെ തമ്പനയിലെ ആമുഖവാചകം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ആമുഖവാചകം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ ഓടിയെത്തുക പുരാണത്തിലെ രാവണനെയും കംസനെയും ഒക്കെ ആയിരിക്കും. ബ്രഹ്മാവിന്റെ വിശപ്പിൽ നിന്നും കോപത്തിൽ നിന്നും ജനിച്ചവരാണ് രാക്ഷസന്മാർ എന്നാണ്. എന്നാൽ ജ്യോതിഷത്തിൽ അസുരഗണക്കാർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ ആസുരീയ ഗുണമല്ല അസുരഗണക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാം. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം ഇങ്ങനെ 3 തരത്തിലാണ് 27 നക്ഷത്രങ്ങളെ ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. അസുരഗണമാകട്ടെ ഏത് ഗണമാകട്ടെ ഒരു വ്യക്തിയുടെ സ്വഭാവദാർഢ്യത്തെയും കർമ്മശേഷിയെയുമാണ് അത് സൂചിപ്പിക്കുന്നത്. വിശേഷിച്ച അസുരഗണം. ബ്രഹ്മാവിന് ഒരിക്കൽ വിശപ്പും ദാഹവും ഉണ്ടായി അത്രേ. ആ കോപത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാണ് രാക്ഷസന്മാർ, അതായത് ആസുരിക ശക്തിയുള്ളവർ, അസുരന്മാർ. അസുരന്മാർ അല്ലെങ്കിൽ രാക്ഷസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക രാവണനെ തന്നെ ആയിരിക്കും. കശ്യപ പ്രജാപതിക്ക് ധനു എന്ന പത്നിയിൽ ദാനവരും ദിതി എന്ന പത്നിയിൽ ദൈത്യന്മാരും ജനിച്ചു എന്നാണ്. ഈ 2 കൂട്ടരെയും ചേർത്ത് ഒന്നിച്ചാണ് അസുരന്മാർ എന്ന് പറയുന്നത്. മഹാബലിയും ശമ്പരനും വിപ്രജിത്തിയും ബാണനുമൊക്കെ അസുരവംശത്തിലെ പ്രതാപശാലികൾ തന്നെയാണ്. അവരൊക്കെ വളരെയേറെ ജനഹൃദയം കീഴടക്കിയ അസുരന്മാരുമാണ്. എന്നാൽ രാക്ഷസൻ, അസുരൻ എന്നിവയൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ദേവലോകത്തിന്റെ നിത്യശത്രുക്കളാണ് ഇവർ. ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭാഷയിൽ നമുക്ക് പറയാം യഥാർത്ഥ പ്രതിപക്ഷം എന്ന്. അതായത് ദേവലോകത്തിലെ പ്രതിപക്ഷക്കാരാണ് രാക്ഷസഗണക്കാർ, അതായത് അസുരന്മാർ. ഈ കഥയ്ക്ക് ജ്യോതിഷത്തിൽ എന്ത് പ്രസക്തി ഉണ്ടാകുമെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. എന്നാൽ ഒരു പ്രസക്തിയുമില്ല. സന്ദർഭവശാൽ ഈ കഥ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം അതായത് രാക്ഷസഗണം എന്നിങ്ങനെ 3 തരത്തിൽ 27 നക്ഷത്രങ്ങളെ ഗണമായിട്ട് വർഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള വർഗീകരണം നക്ഷത്ര വിഭാഗത്തിൽ ചെയ്തിട്ടുണ്ട്. എന്റെ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നിരവധിയായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും വളരെ വിശദമായിട്ട് നൂലിട പോലും വിടാതെ പരിശോധിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളായിട്ടുള്ള ആ വീഡിയോകൾ കാണുക. നിങ്ങൾക്കത് വിലപ്പെട്ട അറിവുകൾ നൽകും. ഗണങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ രാക്ഷസന്മാരുടെ ഉത്ഭവകഥ ഇതിന്റെ ഒരു ചവിട്ടുപടിയായി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പൊരുത്ത പരിശോധന വരുന്ന സമയത്താണ് ഈ അസുരഗണക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാതാപിതാക്കൾക്ക് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗണപ്പൊരുത്തം എന്നത് ദശവിധ പൊരുത്തങ്ങളിൽ ഒന്ന് മാത്രമാണ്. ആണും പെണ്ണും ഒരു ഗണമായിരുന്നാൽ ഉത്തമം എന്നാണ്. ഇരുവരും അസുരഗണം, ദേവഗണം എന്നിങ്ങനെ വ്യത്യസ്ത ഗണത്തിൽപ്പെട്ടതാകുമ്പോൾ അന്തരീക്ഷം കലുഷമാകാനുള്ള സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നേക്കാം. പുരുഷൻ അസുരഗണമാകട്ടെ സ്ത്രീ മനുഷ്യഗണമോ ദേവഗണമോ ആകുന്നുവെങ്കിൽ അങ്ങനെ വരുമ്പോൾ മധ്യമമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്.
സ്ത്രീ അസുരഗണമാകുമ്പോൾ പുരുഷൻ മനുഷ്യഗണമായാൽ അവിടെയാണ് പൊരുത്ത വിഷയത്തിലും രക്ഷകർത്താക്കളുടെ ഇടയിലും ഒക്കെ ഒന്ന് മുഖം ചുളിക്കുന്ന അവസ്ഥ ഉണ്ടാകുക. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഈ ഫലം കൂടി അതിന് ഉപോത്ബലകമായി വന്നു ചേർന്നേക്കാം. രാക്ഷസി യഥാ കന്യ മാനവശ്യ വരോ ഭവേത്. രാക്ഷസഗണക്കാരി മനുഷ്യഗണത്തിലുള്ള പുരുഷനെ വരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് ആ പ്രതിപാദ്യം ഫലം ഒന്ന് നോക്കാം. തഥാ മൃത്യുർന ദൂരസ്ഥം നിർധനത്വം അദോപിവ. അതായത് ഇരുവരും രണ്ടിടങ്ങളിലായിട്ട് ജീവിക്കേണ്ടി വന്നേക്കാം. വിയോഗം വരാം, ദാരിദ്ര്യം വരാം. എന്നാൽ രാശിപ്പൊരുത്തം, രാശ്യാധിപപ്പൊരുത്തം തുടങ്ങിയ മറ്റു പൊരുത്തങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് എത്രമാത്രം ജീവിതത്തിൽ ഫലത്തിലേക്ക് വരിക എന്നുള്ളത് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ രാക്ഷസഗണം എന്നുള്ള ഒരു ഗണപ്പൊരുത്തം ഇല്ല. അതുകൊണ്ട് തന്നെ ഗണപ്പൊരുത്തം ഇല്ല എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് ഒരു വിവാഹവും മുടക്കാതിരിക്കുക. വിവാഹപ്പൊരുത്തത്തിലെ 10 നിയമങ്ങളിൽ ഒന്ന് മാത്രമാണ് ഗണപ്പൊരുത്തം. അതായത് പച്ചക്കൊടി കാട്ടാൻ നിങ്ങൾക്ക് വേറെ പൊരുത്തങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഇത് പിന്നണിയിലായി പോകും. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടവരല്ല രാക്ഷസ ഗണക്കാർ, അതായത് അസുര ഗണക്കാർ. ഉന്മാദി ഭീഷണാകാരഃ സർവദാ കലിവല്ലഭ പുരുഷോതു സഹം ബ്രൂതോ പ്രമേഹി രാക്ഷസേ ഗണേ എന്നാണ്. രാക്ഷസഗണത്തിൽ, അതായത് അസുരഗണത്തിൽ ജനിച്ചാലുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലം. നമുക്കിനി ഇതിന്റെ അർത്ഥം കൂടി ഒന്ന് പരിശോധിക്കാം. രാക്ഷസഗണം അഥവാ അസുരഗണത്തിൽ ജനിക്കുന്നവർ മനസ്സിന് ഇളക്കമുള്ളവരാകാം. സൗമ്യശീലരല്ലാത്തവരും കലഹ തൽപരരും പരുഷമായ വാക്കുകളെ പറയുന്നവരും പ്രമേഹ രോഗം ബാധിക്കാൻ സാധ്യതയുള്ളവരുമായിട്ടാണ് പറയുന്നത്. ഈ ഒരു അസുരഗണത്തിന്റെ സ്വഭാവ സവിശേഷതകൾ മാത്രം കൊണ്ട് അസുരഗണക്കാരെ അളക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പറഞ്ഞു പോകാം. 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രങ്ങളാണ് അസുരഗണത്തിൽ വരുന്നത്. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങളാണ് അസുരഗണ നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ആണായാലും പെണ്ണായാലും ഇവർ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സ്വയമേവ കരുത്തുള്ളവരാണ്. ഇത് ഗണം എന്നുള്ളത് ഒരു വർഗീകരണം മാത്രമാണ്. ഇതേപോലെ നിരവധിയായിട്ടുള്ള വർഗീകരണങ്ങളുണ്ട്. നമുക്കിനി അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മറ്റ് വർഗീകരണ രീതികളും കൂടി ഒന്ന് പരിശോധിക്കാം. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ അസുരഗണത്തിൽ വരുന്ന 9 നക്ഷത്രങ്ങളെ വീണ്ടും വർഗീകരിച്ച് നമുക്ക് വിഭജിക്കാം. അതിലെല്ലാം സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ടാകും. സ്ത്രീ പുരുഷ നക്ഷത്രങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. സ്ത്രീ നക്ഷത്രങ്ങൾ, പുരുഷ നക്ഷത്രങ്ങൾ. കാർത്തിക, ചിത്തിര, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളാണ്. അവർക്ക് സ്ത്രീ സഹജമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഏറി വരും. എന്നാൽ മറ്റ് 5 നക്ഷത്രങ്ങളും പുരുഷ നക്ഷത്രങ്ങളാണ്. അവർക്ക് കുറച്ചുകൂടി പൗരുഷം കൂടി വരും. അതേപോലെ തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള വിഭാഗം ഉണ്ട്. ഈ 9 നക്ഷത്രങ്ങളിൽ അങ്ങനെയുള്ള വിഭജനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മകം, വിശാഖം, മൂലം എന്നീ നക്ഷത്രങ്ങൾ സൃഷ്ടി നക്ഷത്രങ്ങളാണ്. സൃഷ്ടി എന്നതിന്റെ അർത്ഥം ഊഹിച്ചുകൊണ്ട് നിങ്ങൾ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിത്തിര, ഔട്ടം എന്നത് സ്ഥിതി നക്ഷത്രങ്ങളാണ്. കാർത്തിക, ആയില്യം, തൃക്കേട്ട, ചതയം എന്നിവ സംഹാര നക്ഷത്രങ്ങളായിട്ടും കരുതപ്പെടുന്നു. ഇനിയും ഒട്ടേറെ വർഗീകരണങ്ങളുണ്ട്. ഒരു രാശിയിൽ തന്നെ 4 പാദങ്ങളും വരുന്ന നക്ഷത്രങ്ങളെ മുഴു നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. 4 പാദങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള 2 രാശികളിലായിട്ട് വരുന്നതിനെ മുറി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. അസുരഗണ നക്ഷത്രങ്ങളിൽ കാർത്തിക, ചിത്തിര, വിശാഖം, അവിട്ടം എന്നീ 4 നക്ഷത്രങ്ങൾ ഇരു രാശികളിലായിട്ട് വരുന്ന മുറി നക്ഷത്രങ്ങളാണ്. മറ്റ് 5 നക്ഷത്രങ്ങളും മുഴു നക്ഷത്രങ്ങളാണ്. ഇങ്ങനെ ഓരോ വർഗീകരണത്തിനും ഓരോ നക്ഷത്രത്തിനും പ്രത്യേകം സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകും. അതായത് അസുരഗണ നക്ഷത്രത്തിൽ തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള സ്വഭാവങ്ങൾ ഏറിയും കുറഞ്ഞും ഇരിക്കും എന്നർത്ഥം. അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ എൻ്റെ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചും മറ്റു നക്ഷത്രങ്ങളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണുക. ഇത്തരം വിഭജനങ്ങളും വർഗീകരണങ്ങളും ജ്യോതിഷത്തിന്റെ പ്രത്യേകതയാണ്, ജ്യോതിഷത്തിന്റെ സൗന്ദര്യമാണ്. ലളിതമായിട്ടുള്ള കണക്കുകൂട്ടലും ഋജുവായിട്ടുള്ള പരികല്പനകളും കൊണ്ട് ജ്യോതിഷത്തിൽ ഒന്നും നേടാനില്ല. എന്തെന്നാൽ മുത്തെടുക്കാൻ ജ്യോതിഷം എന്ന ആഴക്കടലിൽ ഒന്നല്ല 1000 തവണ നിങ്ങൾക്ക് മുങ്ങി താഴേണ്ടി വന്നേക്കാം. അതായത് നമ്മളുടെ ആചാര്യന്മാർ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. അത് പഠിക്കണം, അറിയാനുള്ള അന്വേഷണ തുര ഉണ്ടാകണം എന്ന് മാത്രം.
ഈ വൈജാത്യങ്ങൾ കൊണ്ട് തന്നെ, വർഗീകരണങ്ങൾ കൊണ്ട് തന്നെയാണ് അസുരഗണ നക്ഷത്രത്തിൽ പെട്ടവരിൽ തന്നെ പല വൈജാത്യങ്ങളും നമുക്ക് ദർശിക്കാനാകുന്നത്. അതുതന്നെയാണ് ജ്യോതിഷത്തിന്റെ വിശാലതയും സൗന്ദര്യവും. ഇനി നമുക്ക് അസുരഗണ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം. അസുരഗണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് തോന്നിയിട്ടുണ്ടാകാം ഇതുവരെ. എന്നാൽ അതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ വാക്കുകളെ കേൾക്കുക. ജ്യോതിഷത്തിൽ സവിശേഷമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇതിനുണ്ട് എന്ന് തന്നെ പറയാം. ഈ ഗണത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവും സ്വഭാവവും സവിശേഷതകളും ഒക്കെ ഉണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് മുങ്ങി തപ്പിയെടുത്ത് ആ മുത്തിനെ ഒന്ന് തേച്ചു മിനുക്കി രാഗിയെടുക്കാം. അതിയായിട്ടുള്ള ആത്മവിശ്വാസമുള്ളവരാണ് ഇവർ. സ്വന്തം കഴിവുകളിൽ ഇവർക്ക് അമിതമായിട്ടുള്ള വിശ്വാസമുണ്ട് എന്നർത്ഥം. ഇത് പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ഇവരെ സഹായിക്കുകയും ചെയ്യും. ഇവരുടെ സ്ഥിരോത്സാഹമാണ് രണ്ടാമത്തെ സവിശേഷത. ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചാൽ അത് നേടുന്നവരെ ലക്ഷ്യബോധത്തോടുകൂടി കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് നല്ല മനസ്സുണ്ടാകും. വെല്ലുവിളികളെ ഒന്നും ഇവർ ഭയപ്പെടാറേയില്ല. മൂന്നാമത്തെ ഇവരുടെ സവിശേഷത നേതൃത്വ ഗുണമാണ്. കൂട്ടായ്മകളിലൊക്കെ മുന്നിൽ നിന്ന് നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്കൊരു സവിശേഷമായ കഴിവുണ്ടാകും. നാലാമത്തെ ഇവരുടെ സ്വഭാവ സവിശേഷത ധൈര്യം എന്നതാണ്. എന്തിനേയും ഏത് പ്രതിസന്ധിയെയും അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ അതിനെ പതറാതെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു മനസ്ഥിതി ഇവരിൽ ഉണ്ടാകും. അടുത്തത് വാശിയാണ്. ചിലപ്പോൾ ഇവർ അമിതമായിട്ടുള്ള വാശി പ്രകടിപ്പിച്ചേക്കാം. ഇത് ചിലപ്പോഴൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണവുമായേക്കാം. അതുകൊണ്ട് തന്നെ അസുരഗണക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് മയപ്പെടുത്തി മുന്നോട്ട് പോകുക. അടുത്തത് രഹസ്യ സ്വഭാവമാണ്. തങ്ങളുടെ പദ്ധതികളും ലക്ഷ്യങ്ങളും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഇവർ ഒരു വിമുഖത കാട്ടിയേക്കാം. അത് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഒന്ന് അകന്ന് മറഞ്ഞു പോകുന്നതിന് അത് ചിലപ്പോൾ കാരണവുമായേക്കാം. അങ്ങനെയുള്ളപ്പോൾ അസുരഗണക്കാർ കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്നുള്ള വിഭജനത്തിലൂടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സൗഹൃദത്തിലേക്ക് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുക. അടുത്തത് ഇവരുടെ പ്രതികാര ബുദ്ധിയാണ്. ഇത് ചിലപ്പോഴൊക്കെ ഇവരിൽ കാണാൻ സാധിക്കുന്ന ഒരു ചെറിയ പോരായ്മ തന്നെയാണ്. എന്നിരുന്നാലും അത് ഇവരുടെ ജീവിതത്തെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഗുണം ചെയ്യുന്നതിനും സഹായകരമായി വന്നേക്കാം. തങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് മനസ്സിൽ വെച്ച് പെരുമാറിക്കൊണ്ട് പ്രതികാരം ചെയ്യണം എന്നുള്ള തോന്നൽ ഇവരിൽ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാ വ്യക്തികൾക്കും ബാധകമാകണമെന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വർഗീകരണത്തിന്റെ വ്യത്യാസങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യമായി വന്നേക്കാം. അടുത്തത് ലൗകിക സുഖങ്ങളോടുള്ള ഇവരുടെ താല്പര്യമാണ്. അതൊരു തെറ്റായിട്ട് നമുക്ക് ഒരിക്കലും പറയാനും സാധിക്കില്ല. ഭൗതിക സുഖങ്ങളിലും ആഡംബര കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യങ്ങൾ വർദ്ധിക്കാം. അടുത്തത് ഇവരുടെ സ്വതന്ത്ര ചിന്തയാണ്. ആരുടെയും നിയന്ത്രണത്തിൽ ഒതുങ്ങി നിൽക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയണം. സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇവർ എല്ലായ്പ്പോഴും താല്പര്യം കാണിക്കുക. നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. വിവിധ വർഗീകരണത്തിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ച് ഓരോ നക്ഷത്രക്കാരിലും ഈ സ്വഭാവ സവിശേഷതകൾ ഏറിയും കുറഞ്ഞും വ്യത്യാസപ്പെട്ടിരിക്കും. ജ്യോതിഷം എന്നത് ഒരു ആഴക്കടലാണ്. ലളിതമായിട്ടുള്ള ചില ഏതാനും കണക്കുകൾ കൊണ്ട് മാത്രം നമുക്കതിലെ മുത്തുകളെ തപ്പിയെടുക്കാനായിട്ട് സാധിക്കില്ല. അസുരഗണക്കാരെ വെറും രാവണന്റെയോ കംസന്മാരുടെയോ താവഴിക്കാരായി മാത്രം കാണുന്നത് തെറ്റാണ്. മറിച്ച് ലോകത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അതിനെയൊക്കെ നേരിട്ട് കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാനും ഒക്കെ പ്രാപ്തരുമാണ്. അതായത് എന്തിനേയും നേരിടാൻ കെൽപ്പുള്ള കരുത്തുറ്റ പ്രതിപക്ഷ നിരയാണിവർ എന്ന് പറയാം. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൈമുതലാക്കി ഉന്നത ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നവരാണ് ഇവർ. അതായത് ചുരുക്കത്തിൽ ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ള നല്ല പ്രതിപക്ഷക്കാരും നല്ല ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്നവരുമാണ് യഥാർത്ഥ അസുരഗണ നക്ഷത്രക്കാർ എന്ന് അർത്ഥം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നതിനായിട്ട് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ദേവഗണക്കാരെയും മനുഷ്യഗണക്കാരെയും ഇതുപോലെ തന്നെ നമുക്ക് പരിചയപ്പെടാം. തുടർന്നുള്ള വീഡിയോകൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.